അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയുടെ വിശദാംശങ്ങൾ നാൾക്കുനാൾ കഴിയും തോറും കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാകുംഭമേളയ്ക്ക് ശേഷം നടന്ന കൊള്ളയിൽ വരുമാനത്തിനുണ്ടായ വർധനവും മുഖ്യ കാരണമായി എന്ന് തന്നെയാണ് SITയുടെ കണ്ടെത്തൽ. 12 ലക്ഷം രൂപ വരെയുണ്ടായിരുന്ന പ്രതിദിന വരുമാനം 24 ലക്ഷം രൂപ വരെയായി ഉയർന്നതോടെ പ്രതിദിനം നടത്തിയിരുന്ന കൊള്ള 9 ലക്ഷം വരെ ഉയർന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ മാത്രമല്ല കൊള്ള, നിർമ്മാണ സമയത്തും കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇത് ട്രസ്റ്റിലെ മുതിർന്ന അംഗം കൂടിയായ ചമ്പത് റായിയുടെ അനുവാദത്തോടും അറിവോടും കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും 40% കമ്മീഷൻ ചമ്പത് റായി കൈപ്പറ്റിയിരുന്നു എന്നാണ് നിർമ്മാണ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ജോലിക്കാരിൽ ഒരാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജീവനക്കാരെ ബലിയാടാക്കി മുതിർന്ന സ്രാവുകൾ രക്ഷപ്പെടുകയാണ് എന്ന ആരോപണം വീണ്ടും ശക്തമാവുകയാണ്. നേരത്തെ ടിനു യാദവിന്റെ സഹോദരനാണ് ഈ ആരോപണം ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിട്ടുള്ള രാമശങ്കർ മിശ്രയുടെ ബന്ധു കൂടി ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ്. RJD MP സുധാകർ സിംഗ് സുപ്രീം കോടതിയെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടുണ്ട്. ഈ കേസിൽ ലഭിക്കുന്ന 3ാമത്തെ ഹർജിയാണിത്. അയോധ്യ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MPയും ആവശ്യപ്പെട്ടു. അതേസമയം രാമക്ഷേത്രത്തിലെ കള്ളന്മാർക്ക് തന്റെ വീട്ടിലേക്ക് പ്രവേശനമില്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് തന്റെ മധ്യപ്രദേശിലെ വീടിന് മുൻപിൽ സ്ഥാപിച്ചു. जो चंदा मैंने दिया था उसका दुरुपयोग इन्होंने किया है, लूट के ले गए हैं, तो मुझे ये चंदा वापस दिया जाए और रामालय ट्रस्ट हमारा बना हुआ है उसको मैं उस रामालय ट्रस्ट में जमा करा दूं. ഈ മാസം 6-നാണ് അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റ് യോഗം ചേരുന്നത്. ഇതുവരെ ഉയർന്ന ആരോപണങ്ങളും അതേ തുടർന്ന് SIT നടത്തിയ അന്വേഷണത്തിന് ലഭിച്ച റിപ്പോർട്ടും ഈ യോഗത്തിൽ പരിഗണിക്കും. ഒപ്പം ചമ്പത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർ നൽകിയിട്ടുള്ള രാജിക്കത്ത് സ്വീകരിക്കണമോ എന്ന കാര്യവും ട്രസ്റ്റ് ഇതേ യോഗത്തിൽ പരിശോധിക്കും. അയോധ്യയ്ക്ക് പിന്നാലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും വരുമാനത്തിൽ കൊള്ള നടന്നു എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാവുകയാണ്. ക്ഷേത്ര വരുമാനമായി കിട്ടിയ തുക വകമാറ്റി ചിലവഴിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ആരോപണം തെറ്റാണെന്ന് BKTC ചെയർമാൻ हेमंत द्विवेदी ആരോപിച്ചു. मैं स्पष्ट कर देना चाहता हूं, मेरा कोई निजी सचिव नहीं है, ये सब मंदिर समिति के कर्मचारी हैं और जिस निजी सचिव के बारे में कहा जा रहा है वो बद्री केदार मंदिर समिति का नियमित कर्मचारी है. ബദ്രിനാഥിലെ ക്ഷേത്രക്കൊള്ള സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര സമിതി. കുറ്റക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ നൽകുമെന്നാണ് ക്ഷേത്ര സമിതിയുടെ വാഗ്ദാനം. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.